ഇത് തന്നെയാ ഇവള് എന്നോട് ചോദിച്ചത്. ഞാൻ ദുർഗയ്ക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദുർഗയെ വഴക്ക് പറഞ്ഞിട്ടോ ഫോൺ ചെയ്തിട്ടോ ഒരു പ്രയോജനമില്ല. അവളുടെ വാശി കൂടുകയേ ഉള്ളൂ. എന്നാ പിന്നെ തുളസി ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതണം. ഏയ് വേണ്ട, തുളസി ഇവിടെ അല്ല നിൽക്കേണ്ടത്. ആദ്യയോടൊപ്പം ദേവമംഗലത്ത് തന്നെയാണ് അവൾ താമസിക്കുന്നത്. അത് റിസ്ക് അല്ലേ? അത് വേണോ? തുളസിയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി അവിടെ ആര് നോക്കും? 24 മണിക്കൂറും തുളസിക്ക് കാവൽ നിൽക്കാൻ പ്രസയ്ക്കോ ആദിക്കോ കഴിയോ? ഇല്ല. തുളസിയെ രക്ഷിക്കാൻ ഇനിയൊരു വഴിയേ ഉള്ളൂ. ദുർഗയിൽ നിന്നും നമ്മൾ ഇത്രയും നാൾ മറച്ചു വെച്ച ആ രഹസ്യം നമ്മൾ അവളോട് തുറന്നു പറയണം. തുളസി അനാഥയായി ജനിച്ച കുട്ടിയല്ലെന്നും യഥാർത്ഥത്തിൽ തുളസിയെ പ്രസവിച്ചത് ദുർഗയാണെന്നും ദുർഗയുടെയും എന്റെയും സ്വന്തം മകളാണ് തുളസി എന്നും ദുർഗയെ നമ്മൾ അറിയിക്കണം. തുളസിയുടെ അമ്മ ദുർഗയാണെന്ന് നമ്മൾ ദുർഗയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വേണ്ട, ഇനി ഒന്നും നമ്മൾ അവളിൽ നിന്ന് ഒളിച്ചു വെക്കണ്ട. അവളെല്ലാം അറിയട്ടെ. ദുർഗ നൊന്ത് പ്രസവിച്ച മകളാണ് തുളസി എന്ന് അവൾ അറിഞ്ഞാൽ ഒരുപക്ഷെ തുളസിയോടുള്ള അവളുടെ വൈരാഗ്യം മാറിയാലോ. അത് വേണം. തുളസിയെ രക്ഷിക്കാൻ, അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാൻ ആലോചിച്ചിട്ടും ഈ ഒരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. തുളസി ആശങ്കപ്പെടുന്ന പോലെ തുളസി അനാഥയൊന്നുമല്ല. തുളസി സനാഥ തന്നെയാണ്. എന്റെ അമ്മയും അച്ഛനും ആരാന്നറിയുക എന്നുള്ളത് എന്റെ ധാർമ്മികമായ അവകാശമല്ലേ മാം? ശരിയാണ്, എനിക്കിത് മനസ്സിലാവുന്നു. തുളസിയുടെ മാതാപിതാക്കൾ ആരെന്ന് പറയേണ്ടത് പ്രധാനമായും പ്രസാദ് സാർ തന്നെയാണ്. പ്രസാദ് സാറിന് അവരറിയാം. നാണം കെട്ട ജന്മം. നിന്നെയൊക്കെ ഏതവള് പെറ്റിട്ടതാണോ? ആ ശാപം ദേവമംഗലത്തേക്ക് വന്നു കയറി. ഏത് നാശം പിടിച്ചവര് ജനിപ്പിച്ചതാണോ ഇവളെ? നമ്മളിങ്ങനെ എത്ര നാള് ശ്വാസം മുട്ടി കഴിയും? എല്ലാത്തിനും എന്നെ പറഞ്ഞാ മതി. ഞാനന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാന്ന് കരുതിയാ മതിയായിരുന്നു. എങ്കിലിപ്പോ ഈ മനപ്രയാസം ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? അന്ന് നീ പറഞ്ഞത് ശരി തന്നെയായിരുന്നു. അതിന് സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഒരു വലിയ ദുഃഖത്തിനോ അരുതാത്ത സംഭവങ്ങൾക്കോ നമ്മൾ സാക്ഷികളായേനെ. ഇതെല്ലാം വിധിയാ. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നത് ദൈവത്തിന്റെ നിശ്ചയമാണ്.
പറയുന്നതിൽ ഏതാണ് സത്യം, ഏതാണ് കള്ളം? നിങ്ങൾ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഓരോ നേരത്ത് ഓരോന്ന് പറയാ. ഇതൊക്കെ ഇനിയും ഞാൻ വിശ്വസിക്കണം? മതിയായി, കേട്ടെടുത്തോളം മതിയായി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കഥ മെനഞ്ഞാലും, നിങ്ങൾ ചെയ്തത് ചതി തന്നെയാ. എന്നെയും എന്റെ അമ്മയും ചതിച്ചവരാ നിങ്ങളും. നിങ്ങളുടെ എല്ലാവരോടും എനിക്കിപ്പോ വെറുപ്പാ, വെറുപ്പ്. തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ? ആകെ നിയന്ത്രണം തെറ്റിയ മട്ടില്ല തുളസി മോള്. നമ്മൾ അവളെ മനഃപൂർവ്വം ചതിച്ചതുപോലെയാ അവളുടെ തോന്നല്. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവളോട് പറഞ്ഞെങ്കിലും അവൾക്ക് അതൊന്നും ബോധ്യപ്പെടുന്നില്ല. ശ്ശോ, ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴി ആലോചിച്ചപ്പോ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ പ്രശ്നത്തിലേക്കാണല്ലോ മാറിയത്. തുളസി മകളാണെന്നറിയുമ്പോ ദുർഗേച്ചി എങ്ങനെ പ്രതികരിക്കുന്നു മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. തുളസി ഇതെങ്ങനെ ഉൾക്കൊള്ളൂ എന്നത് നമ്മൾ ഓർത്തില്ല. തുളസി മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്ന് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രസ, എന്തെങ്കിലും ഒന്ന് പറയൂ. തുളസിയെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അതാ ഞാനും ആലോചിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സത്യമാണല്ലോ അവളി പറഞ്ഞത്. അതവൾക്ക് വലിയ ഷോക്ക് തന്നെയായിരിക്കും. അത് സ്വാഭാവികമാണ്. അവള് നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ നമുക്ക് അവളെ തെറ്റു പറയാനാവില്ല. നമ്മളവളെ ഇന്നുവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തിയായപ്പോ നമ്മൾ അവളോട് സത്യം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങളല്ല അവളുടെ അച്ഛനും അമ്മയും എന്ന് അവൾ മനസ്സിലാക്കിയപ്പോഴെങ്കിലും ഇത് പറയായിരുന്നു. അപ്പോഴും സാധിച്ചില്ല. തുളസിയോട് അവൾ എന്റെ മകളാണെന്ന് പറയാനുള്ള ധൈര്യം ഞാൻ നേരത്തെ കാണിക്കണമായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? തുളസി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ വിഷമം മാറ്റണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അവര് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ വല്ല കഥയും? നിങ്ങളുടെയൊക്കെ ന്യായീകരണങ്ങൾ കേൾക്കാനോ? നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ക്രൂരതയാ. അത് എന്നോട് മാത്രമല്ല ചെയ്തത്, എന്റെ അമ്മയോടും. ഒരിക്കലും ഒരു അമ്മയോടും മകളോടും ഈ ക്രൂരത കാണിക്കരുത്. ഇങ്ങനെ പോകരുത്. എന്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്ന പേടിച്ചിട്ടാണല്ലോ നിങ്ങളൊക്കെ എന്നെ അമ്മയിൽ നിന്ന് വേർപിരിച്ചത്. എന്നാ ഞാനൊരു കാര്യം പറയാം. ഇനി എന്റെ അമ്മയുടെ കൈകൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ പോലും ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതുകൊണ്ട് അമ്മയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പോലും ഇനി ആരും പ്രയാസപ്പെടണമെന്നില്ല. ഇനി മുതൽ
ആരും എന്റെ വഴിക്ക് വരരുത്. മോളെ, മോളെ തുളസി മോളെ. അമ്മ അമ്മ എന്താ ചോദിച്ചേ? നീ എന്താ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നോ? അല്ല, നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അപ്പൊ പിന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടി കരഞ്ഞതായിരിക്കും. ആ, നീ കരയുകയോ കരയാതിരിക്കുകയോ ചെയ്യ. അതൊന്നും എന്റെ വിഷയമല്ല. ആദ്യവിടെ ആദ്യെ കൂട്ടാതെ നീ ഇവിടെ തനിച്ച് കയറി വന്ന എന്തിനാ? എന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാനാണോ നീ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് എഴുന്നള്ളിയത്? ദുർഗമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ദുർഗമ്മയെ കൊല്ലേ? ഞാൻ എന്തിനാ ദുർഗമ്മയെ കൊല്ലുന്നേ? ദുർഗമ്മ എന്റെ അമ്മയല്ലേ? അമ്മയോ? ഞാനോ? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല. അല്ല, ദുർഗമ്മയാ എന്റെ അമ്മ. ദുർഗ അമ്മയല്ല, ദുർഗ. നീ എന്നെ അങ്ങനെ വിളിച്ചാ മതി. അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. അങ്ങനെ പറയരുത് ദുർഗമ്മ. നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ അമ്മയെന്ന് സംബോധന ചെയ്യരുതെന്ന്. അമ്മയെന്ന് നീ എന്നെ വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അമ്മയെന്ന് വിളിച്ച് എന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമമല്ലേ നീ നടത്തുന്നത്? ആ തന്ത്രമൊന്നും ഇനി എന്നോട് ചെലവാവില്ല. നിന്റെ നാവിൽ നിന്നും അമ്മയെന്നുള്ള വിളി കേൾക്കുന്നതേ എനിക്ക് ഉറപ്പാ. എന്തർത്ഥത്തിലാ നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്? നിന്നെ ഞാൻ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ എന്റെ മകളുമല്ല, ബന്ധുവല്ല, ആരുമല്ല. നിന്നെ പോലൊരു മകളെങ്ങാനും എന്റെ വയറ്റിൽ വന്ന് പിറന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ ആത്മഹത്യ ചെയ്തേനെ. നിന്നോടല്ലേടി എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നീ എന്നെ അമ്മയെന്ന് വിളിച്ചാ കൊന്നു കളയുന്നിന് ഞാൻ. പിന്നെ എന്നോട് പകരം വീട്ടാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് നീ ഉപേക്ഷിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എടി, നീ ഒരു ശാപോ. എന്റെയും എന്റെ മകന്റെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പിറന്നൊരു ശാപം. ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളണം നീ. ഹലോ പ്രസാദ്. ലേഖ എവിടെയാ? ഓഫീസിലാണോ? ഇല്ല പ്രസാദ്, ഞാൻ പുറത്താ. ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണമായിരുന്നു. അതിനുവേണ്ടി ബാങ്ക് വരെ ഒന്ന് പോയതാ. എന്താ പ്രസാദ്? ഏയ്, ഒന്നുമില്ല. ഞാൻ നിന്നൊന്ന് കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ വന്നത്. നീ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. ആ, സാരമില്ല. നീ തിരക്കിലല്ലേ? പിന്നെ കാണാം. എന്താ കാര്യം? എനിത്തിങ് അർജന്റ്? ഏയ്, നത്തിങ്. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. സാരമില്ല. അപ്പൊ എന്തോ കാര്യമുണ്ടല്ലോ. പ്രസാദ്, ഞാനത്ര തിരക്കിലൊന്നും അല്ല. പ്രസാദ് അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇപ്പൊ തന്നെ വരാം. പോട്ടെ, തിരക്കാണെങ്കിൽ പിന്നെ കാണാം. സാരമില്ല, ഞാൻ ദേ എത്തി. കണ്ടിട്ട് പോയാ മതി. ഞാൻ വരാതെ പോരുത് കേട്ടോ. ശരി. ഹലോ. ചേച്ചി, ഹലോ. ഹലോ. ചേച്ചി എന്താ മിണ്ടാതെ നിൽക്കുന്ന? സംസാരിക്കേ. ഹലോ. സംസാരിക്കേ ചേച്ചി. ഹലോ. ഫോൺ ഇങ്ങെടുക്ക്, ഞാൻ സംസാരിക്കാം. ഹലോ. ഹലോ സാറേ, ഇത് ഞാനാ, സുലു. എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ആ സാറേ, ഞാൻ ദുർഗീച്ചിക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. സാറ് കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. തുളസിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയതില് ദുർഗീച്ചിക്ക് യാതൊരു പങ്കുമില്ല. ചേച്ചി നിരപരാധിയാ സാറേ.
അവളുടെ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു. ഹലോ ഹലോ സാറേ. അയ്യോ, സാറ് കട്ട് ചെയ്തു. ചേച്ചി എന്താ സാറിനോടൊന്നും മിണ്ടാത്തെ? എന്തായാലും വലിയ കഷ്ടായി പോയി. ചേച്ചി മിണ്ടണമായിരുന്നു. സംസാരിച്ച് സാറിന്റെ തെറ്റിദ്ധാരണ മാറ്റണമായിരുന്നു. അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നീ ഒന്നുകൂടെ വിളിക്ക്. എത്ര പ്രാവശ്യം വിളിച്ചു, അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഫോൺ എടുത്തിടത്തേക്ക് അവളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. അവളിങ്ങനെ കോൾ എടുക്കാതിരുന്ന എന്ത് ചെയ്യും? അവളിനി ദേവമംഗലത്തേക്ക് തന്നെ ആയിരിക്കോ പോയത്? അതും അറിയില്ല. ഒരിക്കൽ ഇതുപോലെ മനസ്സ് വേദനിച്ചപ്പോ എല്ലാവരെയും പേടിപ്പിച്ചോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവളാ തുളസി. ഗുളിക ചേർത്തിട്ടുണ്ടാവും. ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്കി പറയൂ, അമ്മയല്ല അത് ചെയ്തെന്ന്. എന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മയ്ക്ക് കള്ളം പറയാനാവോ? അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അമ്മയ്ക്ക് ഇനിയും കള്ളം പറയാനാവില്ല. ഇല്ലെങ്കിലേ അമ്മയുടെ സ്നേഹം കള്ളത്തിലായിരുന്നു എന്ന് ഞാൻ കരുതും. അതെ, നീ എന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യണോ? ഞാൻ കാണിക്കുന്ന സ്നേഹം വെറും കള്ളത്തരമാണെന്നാണോ നീ കരുതുന്നത്? ഇതെനിക്ക് താങ്ങാനാവില്ല. എന്റെ സ്നേഹത്തെ നീ സംശയിക്കരുത്. എങ്കിൽ എന്നോട് സത്യം പറയൂ. ഞാൻ തന്നെയാ പാലില് ഗുളിക ചേർത്ത് തുളസിക്ക് കൊടുത്തത്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയത് ഞാൻ തന്നെയാ. തുളസിയെ പോലെ ഊരും പേരും കുലവും ഗോത്രവും ഒന്നും അറിയാത്തൊരു തെരുവ് പെണ്ണിന്റെ വയറ്റില് എന്റെ പേരെ കുഞ്ഞ് ജനിക്കണ്ടടാ. അതെ, എനിക്ക് അപമാനമാ. അതുകൊണ്ട് ഞാൻ അതിനെ കൊല്ലാൻ നോക്കി. എനിക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ എന്റെ മനസ്സറിയാനുള്ള ശേഷി നിനക്കുണ്ടായിരുന്നെങ്കിൽ നീയും അവർക്കൊപ്പം ചേർന്ന് എന്നെ ഈ വിഡ്ഢിവേഷം കെട്ടിക്കില്ലായിരുന്നു. എന്റെ തുളസി, ഞാനിതിൽ നിസ്സഹായനാ. എനിക്ക് ഇതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ കൂടെ എന്നെ തടഞ്ഞു. നിന്നോടെല്ലാം പറഞ്ഞ നീ ദുർഗാമ്മയോട് പറയുന്നുള്ള പേടിയായിരുന്നു അവർക്ക്. അവരെല്ലാരും കൂടി എന്നെ നിർബന്ധിച്ചപ്പോ നാണോ ഇല്ലല്ലോ നിനക്ക് എന്നോട് ഇത് പറയാൻ? നീ അപ്പൊ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ നിനക്ക് വിശ്വാസം ഇല്ലായിരുന്നു. അങ്ങനെ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്, കൂടെ പൊറപ്പിച്ചത്? ഇപ്പൊ ഒരു കുഞ്ഞുമായി. ഇതെല്ലാം എന്റെ തെറ്റാ. കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന നിന്നെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. നീ എന്നോട് വളരെ സിൻസിയർ ആണെന്നാ ഞാൻ കരുതിയത്. അത് തെറ്റായിപ്പോയി. നിന്നെ വിശ്വസിച്ച് ഞാനല്ല നിന്നോട് തുറന്നു പറയുമായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ട് നിനക്കതിന് സാധിച്ചില്ല? പറയടാ, പറയാൻ നിനക്ക് എന്ത് മറുപടിയാ പറയാനല്ലേ? അത് സംഭവിച്ചു പോയി. നിങ്ങൾ 3 പേരിൽ എന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചത് നീയാ. അതെനിക്ക് അയാളുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായതാ. അയാൾ ഒരു നല്ല സ്വഭാവക്കാരനാ. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇല്ലാത്ത അപഖ്യാതി പറഞ്ഞുണ്ടാക്കില്ല. പിന്നെ പ്രസാദിന് അയാളുടെ ഭാര്യയായിട്ട് അവിഹിത ബന്ധമുണ്ട്, അത് ഉറപ്പാ. പക്ഷേ ദുർഗേച്ചിക്ക് പ്രസാദ് സാറിനെ ഇപ്പോഴും വലിയ വിശ്വാസാ അപ്പച്ചി.
സാർ അങ്ങനെ ഒരു സ്ത്രീയുമായി വഴിവിട്ട ബന്ധത്തിന് പോകില്ലെന്നാ ദുർഗേച്ചി പറയുന്നു. അവളെ ആ വിശ്വാസവും കണ്ടിരിക്കട്ടെ. നശിക്കുന്നതേ അവളുടെ ജീവിതം തന്നെ. അവൾ അനുഭവം വന്നാലും പഠിക്കില്ല സുലു. പ്രസാദ് സാറാണെങ്കിൽ ഇപ്പൊ ദുർഗേച്ചിയോട് കടുത്ത വിരോധത്തില. ദുർഗേച്ചിയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാ സാറ് നടക്കുന്നത്. തുളസിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഗുളിക കൊടുത്തത് ദുർഗേച്ചിയാണെന്ന് സാറ് വിശ്വസിച്ചിരിക്കല്ലേ? സാറിന്റെ ആ ധാരണ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് ഞാൻ ദുർഗേച്ചിയോട് പലവട്ടം പറഞ്ഞതാ. ദുർഗേച്ചിയാണെങ്കിൽ അതും കേൾക്കുന്നില്ല. പ്രസാദിന്റെ ആ ധാരണ എങ്ങനെ മാറും? അതൊന്നും പെട്ടെന്ന് മാറില്ല. ദുർഗ ഗുളിക കൊടുത്ത വിവരം തുളസി കൃത്യമായി പ്രസാദിനോട് പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ, തുളസി അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുമ്പോ ദുർഗ എത്ര നിരപരാധി ചമഞ്ഞാലും അത് കള്ളത്തരമാണെന്ന് പ്രസാദ് തിരിച്ചറിയില്ലേ? പാവം ദുർഗേച്ചി. എല്ലായിടത്തു നിന്നും ദുർഗേച്ചിക്ക് തിരിച്ചടിയാണല്ലോ കിട്ടുന്നത്. മാമൂസേ, ഓ, വെള്ളം കുടിച്ചോ? കുടിച്ചോ? തുളസി ദുർഗാമ്മയെ സ്വന്തം അമ്മയെ കാണാൻ തുടങ്ങിയിരിക്കുക. ഇനി ദുർഗാമ്മയും തുളസിയെ മകളായിട്ട് അംഗീകരിക്കണം. തുളസിക്ക് ഞങ്ങളോടുള്ള വെറുപ്പ് മാറണം. സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അമ്മ അമ്മ തന്നെയാ. പിന്നെ അമ്മ എന്നെ സ്നേഹിക്കില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാനാവും? അത് അമ്മയിൽ നിന്നല്ലേ അറിയേണ്ടത്? ഏതായാലും നിങ്ങൾ എല്ലാവരും ചേർന്ന് അവരെ ഇങ്ങനെ ചതിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. തുളസി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ദുർഗാമ്മയുടെ സ്വഭാവം ശരിക്കറിയാവുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദുർഗാമ്മ നിന്നെ മകളായിട്ട് അംഗീകരിച്ച് കാണണം എന്ന് തന്നെയാണ് എന്റെയും താല്പര്യം. നിന്നോടുള്ള വിരോധമൊക്കെ മറന്ന് ദുർഗാമ്മ നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിക്കണം. നീങ്ങൊന്ന് കൈയെടുത്ത്. എന്നെ ചീറ്റ് ചെയ്തവനാ നീ. നീ എന്റെ ദേഹത്ത് തൊട്ടുപോരുത്. നിന്നെ സ്നേഹിക്കാനും വിശ്വസിക്കാനും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിന്നെ സ്നേഹിച്ചിരുന്നൊരു തുളസി ഉണ്ടായിരുന്നു. അവള് മരിച്ചു. ഇനി നീയും ഞാനും തമ്മിൽ ഈ മുറിയിൽ ഒരുമിച്ച് കഴിയില്ല. മതിയായിരുന്നു. അവൻ അവളെ ചവിട്ടി പുറത്താക്കും. എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ അവര് തമ്മിലുള്ള ഈ കലഹത്തെ നമ്മൾ ആളി കത്തിച്ചാ മതി. രണ്ടും രണ്ടു വഴിക്ക് ആയിക്കോളൂ. അക്കാര്യം നീ ഈ മാമോസിന് വിട്ടാ മതി. എന്നാലും എന്തായിരിക്കും അവര് തമ്മിലുള്ള പിണക്കത്തിന് കാരണം? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതായാലും ആദിയും തുളസിയും തമ്മിൽ അകൽച്ചയിലായല്ലോ. അതുപോലെ അധികം വൈകാതെ തന്നെ പ്രസാദും ദുർഗയും തമ്മിലുള്ള ബന്ധവും തകരും. ആ രാജീവ് മേനോൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പ്രസാദും അയാളുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം ശക്തമാണ്.
അതിനി അനുദിനം കൂടിക്കൂടി വരികയുള്ളൂ. അങ്ങനെ വരുമ്പോ പ്രസാദ് ദുർഗയെ എന്നേക്കുമായി വെറുക്കും, ഒഴിവാക്കും. ഈ കുടുംബം ഛിന്ന ഭിന്നമായി മാറും. ഞാൻ ആഗ്രഹിച്ചതും അതൊക്കെ തന്നെയാ. പ്രസാദും തുളസിയും ഒഴിഞ്ഞുപോയാ പിന്നെ ആദിക്കും ദുർഗയ്ക്കും താങ്ങായും തുണയായും ആരാ ഉള്ളത്? നമ്മൾ മാത്രമേ കാണൂ. അപ്പോ ഈ കുടുംബത്തിന്റെ ചക്രം മുഴുവൻ എന്റെ കയ്യിൽ വന്നു ചേരും. പിന്നീട് ഞാൻ പറയുന്നത് പോലെ മാത്രമേ ദുർഗയും ആദിയും ചലിക്കൂ. അന്നേരം ആദിയെ കൊണ്ട് ഈസിയായി നിന്റെ കഴുത്തി താലി കെട്ടിക്കും. തുളസി, നീ ഇവിടെ വന്ന് കിടക്കണോ? നീ എന്തിനാ തുളസി ഇവിടെ വന്ന് കിടക്കുന്നേ? നീ എന്തേ ഈ കാണിക്കുന്നേ? എഴുന്നേറ്റ് വാ, നമ്മുടെ മുറി പോയി കിടക്കാം. തുളസി, നീ ഞാൻ പറയുന്ന കേക്ക്. എഴുന്നേറ്റ് വാ തുളസി, എഴുന്നേക്ക് പ്ലീസ്. തുളസി എഴുന്നേക്ക്. എന്തിനു നീ എന്നെ തൊടുന്നേ? നീയും ഞാനും തമ്മിൽ എന്താ ബന്ധം? തുളസി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാരും കൂടി എന്നെ വിഡ്ഢിയാക്കായിരുന്നില്ലേ? എന്നിട്ട് വീണ്ടും എന്നെ പൊട്ടിയാക്കാനാണോ ഇപ്പൊ വന്നിരിക്കുന്നത്? നീ നീ എഴുന്നേറ്റ് വാ, എന്നിട്ട് ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. പറയാൻ പോകുന്ന എന്താന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചെയ്തു പോയ തെറ്റിനെ ന്യായീകരിക്കാനുള്ള ശ്രമമല്ലേ? നിങ്ങളൊക്കെ എത്ര ന്യായീകരിച്ചാലും എന്റെ മനസ്സിനേറ്റ മുറിവ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ആ മുറിവ് അങ്ങനെ തന്നെ ഉണ്ടാവും എന്റെ മരണം വരെ. മോളെ, മോളെ എഴുന്നേക്ക്. ഇത് വലിയ സങ്കടമായി പോയല്ലോ. എന്റെ മോള് ഇവിടെ വന്നിങ്ങനെ കിടക്കാന്ന് വെച്ച. എഴുന്നേക്ക് മോളെ. മോളെ, അച്ഛനെ വിളിക്കുന്ന. എഴുന്നേക്ക്. നീ അത്രയ്ക്കങ്ങ് ഉറങ്ങിപ്പോയോ? എന്റെ പൊന്നു മോളെ, എന്തിനാ നീ ഇങ്ങനെ അടുക്കളയുടെ നിലത്ത് വന്ന് കിടക്കുന്നത്? എഴുന്നേറ്റേ, ബെഡ്റൂമിൽ ചെന്ന് കിടക്ക്. വാ മോളെ, എഴുന്നേക്ക്. മോളെ, ഞങ്ങളാരും മോളെ മനഃപൂർവ്വം പറ്റിച്ചതല്ല. അതായിരുന്നു സിറ്റുവേഷൻ. ഞാനും ദുർഗയാണ് നിന്റെ അച്ഛനും അമ്മയും എന്നുള്ള സത്യം എന്നോട് തുറന്നു പറയണമെന്ന് പലവട്ടം ചിന്തിച്ചത്. പക്ഷെ ദുർഗ അവളെങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നു ഓർത്ത് പേടിച്ചിട്ട് എന്നോട് ഇതൊന്നും പറയാതിരുന്നത്. ഇത്രയും കാലം നിന്നെ ശത്രുവായി കണ്ടിരിക്കുന്ന, ഒരു പെൺകുട്ടി വേണ്ടാന്ന് ശബ്ദം എടുത്തിരിക്കുന്ന ദുർഗയുടെ മുമ്പിൽ നീ ഞങ്ങളുടെ മകളാണെന്ന് വെളിപ്പെടുത്തിയ അത് ദുർഗ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നില്ലായിരുന്നു. എന്തെങ്കിലും അവസരം കിട്ടുമ്പോ സത്യം തന്നെ അറിയിക്കാമെന്ന് ഞങ്ങളെല്ലാവരും കരുതി. പക്ഷേ അത് ഇങ്ങനൊരു അവസരത്തിലായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മോളെ, ഞങ്ങളാരും അറിഞ്ഞുകൊണ്ട് മോളെ ചതിച്ചിട്ടില്ല. മോളൊരിക്കലും അങ്ങനെ കരുതരുത്. മോള് ഞങ്ങളിൽ നിന്ന് എന്തിനാ ഇങ്ങനെ അകന്നു മാറുന്നത്? ഇതൊന്നും വേണ്ട മോളെ.
ചേച്ചി ഒന്ന് ചെല്ലേ. വേണ്ട സുലു, ഞാൻ പ്രസാദേട്ടന്റെ അടുത്തേക്ക് പോയാൽ ശരിയാവില്ല. വാ. ദുർഗേച്ചി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കരുത്. ആ രാജീവ് മേനോൻ പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദുർഗേച്ചി വാശിയൊക്കെ കളഞ്ഞ് പ്രസാദ് സാറിനോട് പഴയതുപോലെ സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കണം. എങ്കിൽ മാത്രമേ പ്രസാദ് സാർ ചേച്ചിയുടെ വഴിക്ക് വരുള്ളൂ. എനിക്ക് പ്രസാദേട്ടനോടുള്ള വാശി ഉപേക്ഷിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ പ്രസാദേട്ടൻ ഇപ്പോ എന്നോട് അടുപ്പൊന്നും തോന്നുന്നില്ല സുലു. ചേച്ചി ഈ കൺഫ്യൂഷൻ ഒന്ന് കളയേ. ചേച്ചി സ്നേഹത്തോടെ പെരുമാറിയ സാറും അതുപോലെ സ്നേഹം തിരികെ കാണിക്കും. ഇല്ല സുലു, പ്രസാദേട്ടൻ ഇപ്പൊ എന്നോട് നല്ല വിരോധത്തിലാ. തുളസിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനാണെന്ന് പ്രസാദേട്ടൻ വിശ്വസിച്ചിരിക്കുക. ആ ധാരണ മാറാതെ പ്രസാദേട്ടിൽ നിന്ന് ഒരനുകൂല സമീപനവും പ്രതീക്ഷിക്കണ്ട. അതിന് ചേച്ചി അത് സമ്മതിച്ചു കൊടുത്തില്ലല്ലോ. ഇല്ല, അത് ഞാനല്ല ചെയ്തതെന്ന് പ്രസാദേട്ടനോട് ഞാൻ ആണയിട്ട് പറഞ്ഞു. എങ്കിലും പ്രസാദേട്ടൻ അതൊന്നും ചെവിക്കൊണ്ട മട്ടൊന്നുമില്ല. ചേച്ചി വിചാരിച്ച ആ ധാരണയൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ചേച്ചി ചെല്ല്. എന്നിട്ട് ചേച്ചി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് വീണ്ടും സാറിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേ. ഞാൻ പറയുന്നത് പോലും പ്രസാദേട്ടൻ കേൾക്കാൻ കൂട്ടാക്കുമെന്ന് തോന്നുന്നില്ല സുലു. ചേച്ചി ഇങ്ങനെ ഒരു മുൻധാരണയൊന്നും വെക്കാതിരിക്കേ. അപ്പോഴത്തെ ദേഷ്യത്തിലായിരിക്കും ചേച്ചിയുടെ വാക്കിന് സാറ് ചെവി കൊടുക്കാതിരുന്നത്. ഇപ്പൊ സാറിന്റെ ദേഷ്യത്തിന് അയവ് വന്നിട്ടുണ്ടാവും. സാറിന്റെ മാനസികാവസ്ഥ മാറിയിട്ടും ഉണ്ടാവും. ചേച്ചി പറയേണ്ട രീതിയിൽ പറഞ്ഞ ചേച്ചിയല്ല കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് സാറ് വിശ്വസിക്കും. അല്ല, പ്രസാദേട്ടൻ അങ്ങനെ വിശ്വസിക്കുമോ സുലു? വിശ്വസിക്കും ചേച്ചി. ചേച്ചി നല്ല ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ചെല്ലേ. ഞാൻ പോണോ? പോണം. പോയി സാറിനോട് പഴയതുപോലെ അടുക്കണം. എങ്കിൽ മാത്രമേ സാറ് ചേച്ചിയിൽ നിന്ന് അകന്നു പോകാതിരിക്കൂ. സുലു, ഞാൻ എങ്ങനെ? ചേച്ചി ഇങ്ങ് വന്നേ. വാ. സുലു ചേച്ചി കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ എങ്ങനെയെങ്കിലും നയപരമായി ചേച്ചി സാറിന്റെ പിണക്കവും ദേഷ്യമൊക്കെ മാറ്റിയെടുക്കണം. ചെല്ലി ചേച്ചി ചെല്ല്. എന്റെ ഈശ്വര. ദുർഗേ, ഭർത്താക്കന്മാര് ഭാര്യമാരെ വഞ്ചിക്കുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഭാര്യമാരോട് ഏതെങ്കിലും തരത്തിൽ അതൃപ്തി തോന്നുമ്പോ ഭർത്താക്കന്മാര് ഭാര്യമാരെ പുറന്തള്ളിയിട്ട് അന്യ സ്ത്രീകളെ തേടിപ്പോവും. അത് തന്നെയാ ഇവിടെ സംഭവിച്ചത്. പ്രസാദിന് നിന്നോടുള്ള താല്പര്യം കുറഞ്ഞു. അതുകൊണ്ട് അവൻ വേറൊരുത്തിയുടെ ഒപ്പം കൂടി. അപ്പച്ചി മതി, ഇനി ഞാനത് കേട്ട് നിൽക്കില്ല. വെറുതെ പ്രസാദേട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്റെ പ്രസാദേട്ടൻ ഒരിക്കലും വേറൊരു പെണ്ണിന്റെ കൂടെ പോവില്ല. കേവലം ഒരു രാത്രി പോലും വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അക്കാര്യത്തിൽ എനിക്ക് പ്രസാദേട്ടന്റെ വിശ്വാസമാണ്. ദുർഗേ, വേണ്ട അപ്പച്ചി, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി അപ്പച്ചി ഇത് തന്നെ പറയാൻ നിന്ന എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പച്ചി പോയാട്ടെ. ഇവിടെ രാജകുമാരിയെ പോലെ കഴിയേണ്ട എന്റെ മോള കിച്ചണിൽ കിടക്കുന്ന. നമ്മൾ അവളോട് ചെയ്തത് വലിയ തെറ്റാ. ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്റെ മോളോട് ഇനി ഞാൻ എന്താ പറയേണ്ടത്? അവളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും? ചെയ്തുപോയ തെറ്റിന് അവളോട് മാപ്പ് ചോദിക്കാം. നമ്മളോട് ക്ഷമിച്ചാൽ മതിയായിരുന്നു. അച്ഛാ, അവള് ക്ഷമിക്കും. അച്ഛനെല്ലാം ഏറ്റു പറഞ്ഞ അവൾക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ?
നാളെ. എന്താടി നീ പേടിച്ചു പോയോ? ഏയ്, അല്ല, എന്താ അവൻ ഫോണിൽ സംസാരിച്ചത്? ഒന്നും വ്യക്തമായിട്ട് കേട്ടില്ല അപ്പച്ചി. ഹ, അവൻ ആരോടാ സംസാരിക്കുന്നേന്നെങ്കിലും നിനക്ക് മനസ്സിലായോ? അതും മനസ്സിലായില്ല. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അതോ ഇത്രയും നേരം സംസാരിക്കണമെങ്കിൽ അതാരായിരിക്കും? ആ, നിനക്കൊന്നും മനസ്സിലാവില്ല. ഇത് അവളാ, പ്രസാദിന്റെ രഹസ്യക്കാരി. അവളോടാ അവൻ ഇത്രയും നേരം സൊല്ലിയത്. വേലക്കാരുടെ സ്ഥാനം എവിടെയാ? കിച്ചണില്. പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ഈ തണുത്ത നിലത്തിരുന്ന് ആഹാരം കഴിക്കുന്നത് ശരിയാണോ? അതൊന്നും എനിക്കറിയില്ല. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വന്നേ, എന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കും. എന്നെ പോലുള്ളവരെ അവിടെ ഒന്നും ഇരുന്ന് കഴിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. തുളസി, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഈ വാശി അങ്ങ് ഉപേക്ഷിക്കുക. എടി, നീ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് അപകടം ഉണ്ടാക്കുകയാണോ? നിനക്ക് നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരു ശ്രദ്ധയില്ലേ? കുഞ്ഞിനേക്കാളും വലുതാണോ ഈ വാശിയും വിദ്വേഷമൊക്കെ? കുഞ്ഞ് തന്നെ വലുത്. കുഞ്ഞിനെ ഓർത്ത് മാത്രമാ ഞാൻ ആഹാരം കഴിക്കുന്നതും. ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇതിന് എനിക്ക് ജീവനോടെ വേണം. എനിക്ക് കുഞ്ഞിന് ജന്മം നൽകണം. ഇതിനെ എനിക്ക് സ്നേഹിച്ച് വളർത്തണം. അമ്മയുടെ സ്നേഹം ആവോളം എന്റെ കുഞ്ഞ് അനുഭവിക്കണം. എന്റെ അമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ആ സ്നേഹത്തിന്റെ വില നന്നായിട്ടറിയാം. എന്റെ അനുഭവം ഒരിക്കലും എന്റെ കുഞ്ഞിനുണ്ടാവില്ല. ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ പോലാവില്ല. എന്നിട്ടാണോ നീ ഈ നിലത്തിരുന്ന് കഴിക്കുന്നത്? അതെ, കുഞ്ഞിന്റെ കാര്യോർത്ത് നീ അധികം ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാ മറന്നുപോയാ? നിനക്കിനി ഈ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ചതാ. ഇനി അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നോട് വിശേഷങ്ങൾ തിരക്കാനും എന്നെ ഉപദേശിക്കാനും നീ വരണ്ട. ഇരിക്കണം മാഡം, ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കണം. വിലാസിനി, മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. എന്താ വേണ്ടത്? ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? നോ താങ്ക്സ്, ഒന്നും വേണ്ട. സോറി സർ, അന്വേഷണം കുറച്ച് വൈകിപ്പോയി. കുറച്ചൊന്നുമല്ല, 6 മാസം കഴിഞ്ഞു. എന്നിട്ടും അവൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഒരു മാൻ മിസ്സിംഗ് കേസ് 6 മാസമായിട്ടും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊരു ഡിപ്പാർട്ട്മെന്റ്? സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിന് തുല്യമാണെന്നാണല്ലോ പറച്ചില്. എന്നിട്ടും ആ ബ്രില്യൻസ് ഒക്കെ എവിടെ പോയി? നിങ്ങളൊക്കെ ഈ യൂണിഫോം ഇട്ട് എന്താ ചെയ്യുന്നത്? എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർ നിങ്ങളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? പറയണം. ഈ കേസ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതോ ഇത് തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചോ CBIയോ വേണ്ടി വരുമോ? ഒന്നും വേണ്ട സർ, ഞങ്ങൾ തന്നെ തെളിയിക്കും. ഞാൻ തെളിയിക്കും. എനിക്ക് വിശ്വാസമില്ല. ഇത്രയും നാൾ തെളിയിക്കാൻ സാധിക്കാത്ത നിങ്ങള് എങ്ങനെ പെട്ടെന്ന് തെളിയിക്കും? സർ, എന്നെ വിശ്വസിക്കണം. ശരി, പറയൂ. ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ചോദിക്കൂ.
ഭക്തയായിരുന്നു. ക്ഷേത്ര ദർശനവും നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെയായി നടന്നിരുന്ന ഒരാൾ. എല്ലാ ദിവസവും രാവിലെ ഇവിടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ അവൾ നിർമാല്യം തൊഴാം. കഴിവതും അവൾ അത് മുടക്കാറില്ല. അന്നും പതിവ് പോലെ വെളുപ്പിന് നിർമാല്യം തൊഴാൻ പോയതാ. അയാൾ ജെന്യുവിനാണ്. ആ പറയുന്നതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സത്യമാണ്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നു. പിന്നെ ലേഖ ആ നേതാവിന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ആ നാട്ടില് ചെറിയൊരു അന്വേഷണം നടത്തിയിരുന്നു. എന്നിട്ട് അത് പറയാം. അതിനു മുമ്പ് ലേഖയുടെ ഫൈൻഡിങ്സ് എന്താണ്? ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എങ്കിലും അവർക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു. ഒരു ഒളിച്ചോട്ടം? ഏയ്, അതിന് സാധ്യതയില്ല. വൈ? അവർക്ക് അങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നില്ലെന്ന് എങ്ങനെ പറയാനാവും? സി ലേഖ, അവര് നിത്യവും നിർമാല്യം തൊഴുന്നൊരു സ്ത്രീയാണ്. കഴിവതും അവരത് മുടക്കാറുമില്ല. ദാറ്റ് മീൻസ് അവര് കടുത്ത ദൈവവിശ്വാസിയാണ്, ഭക്തയാണ്. അങ്ങനെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ഒരിക്കലും വഴിവിട്ട ഒരു ബന്ധത്തിന് മുതിരില്ല. ഭർത്താവിനെ ചതിക്കാൻ തയ്യാറാവൂല്ല. അതിന് സാധ്യതയില്ല. പിന്നെ അവരെവിടെ പോയി? കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളായിരുന്നോ? നീ ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, ശരിക്കും സർപ്രൈസ് ആയി പോയി. നീയാണ് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചത്. ഞാൻ നിങ്ങളെ ഞെട്ടിച്ചെന്നോ? മനസ്സിലായില്ല. നമ്മളെല്ലാരും നിന്റെ ഫ്രണ്ട്സ് ആയിട്ടും നീ ഇത് പറയാത്തത് മോശമായി പോയി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ. നീ നിന്റെ വൈഫിനെ വിളിക്ക്. വൈഫ് വരട്ടെ, എന്നിട്ട് പറയാം. വൈഫിനെ വിളിക്കടാ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. വൈഫിനെ വിളിക്കേ. വൈഫിനെ വിളിക്കാം. നിങ്ങൾ മാറ്റർ എന്താന്ന് വെച്ചാ പറ. പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയില്ലെന്നാണ് നീ വിചാരിച്ചതല്ലേ? പിന്നെ നിങ്ങൾ ഇങ്ങനെ മനുഷ്യനായിട്ട് കളിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ ഒരു തന്തയാവാൻ പോകുന്നത് ആരും അറിയില്ലെന്ന് കരുതിയല്ലടാ? അതാണോ? നീ നിന്റെ ഭാര്യയെ വിളിക്കേ. അവള് പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ നീ ഏതായാലും ഞങ്ങൾ വിളിച്ച് ട്രീറ്റ് ചെയ്തില്ല. പകരം ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതേ കണ്ടില്ലേ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ ഞങ്ങൾ വന്നേക്കുന്നത്. നീ നിന്റെ ഭാര്യയെ വിളിക്കേ. അല്ല, അവള് പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? TV ന്യൂസിലുണ്ടായിരുന്നു. ലോകം ഉരുണ്ടതാണ് മോനെ. ഇതൊക്കെ ഞങ്ങൾ അറിയും. അപ്പം തിന്നാ മതി കേട്ടോ. കൂടുതൽ കുഴി എണ്ണാൻ നിൽക്കണ്ട. ബാക്കി വിശേഷങ്ങളൊക്കെ ഭാര്യ വന്നിട്ട് പറയാം. നീ ഭാര്യ വിളിക്ക. കക്ഷിയെ വിളിക്കടാ. ഓടാ ചെല്ല്. ആ വിളിക്കാം. നിങ്ങൾ വാ. എടാ, ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ലെന്നാ പറയാറ്. ദേ, നീ കൂടുതൽ തല പുകയ്ക്കാതെ നീ ഇവയുടെ കയ്യും പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ഫ്രണ്ട്സിനോട് അഭിമാനത്തോടെ പറയേ, ഇതാണ് നിന്റെ ഭാര്യയെന്ന്. ഇങ്ങോട്ട് താ. വേഗം അങ്ങോട്ട് ചെല്ല്, ചെല്ല്. നീ അങ്ങോട്ട് ചെല്ലു മോളെ. വാ അതേട്ടാ.
ഇരിക്കെ. ആ ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് നീ ഇതെവിടെ പോയതാ? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. എടാ തുളസിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആള് സ്മാർട്ടാണല്ലോ. അതിന് ആദ്യം എന്താ മോശമാണോ? ആദ്യം സ്മാർട്ട് തന്നെയാ അല്ലേ ആദി? ഇവനെ ആളെ ജഗജാല കില്ലാടിയാ. അതെ അതെ, രൂപം കൊണ്ടും പെരുമാറ്റം കൊണ്ടും തുളസി ആദിക്ക് പെർഫെക്റ്റ് മാച്ചാ. താങ്ക് യു. നിങ്ങൾ മേഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസാ. എടാ നീ എന്താടാ ഒന്നും ഇടാത്തത്? നിങ്ങളെല്ലാരും ചേർന്ന് ഞങ്ങളെ പുകഴ്ത്തുന്ന കേട്ടപ്പോ ഞാൻ സ്വയം മറന്നങ്ങ് നിന്നുപോയി. ഞങ്ങള് പുകഴ്ത്തിയൊന്നും അല്ലടാ, ഉള്ള കാര്യം പറഞ്ഞതാ. ഞങ്ങളെ പുകഴ്ത്തുന്നതായിട്ട് തുളസിക്ക് തോന്നിയായിരുന്നോ? ഏയ്, ഞങ്ങൾ അല്ലെങ്കിലും പെർഫെക്റ്റ് കപ്പിളല്ലേ അല്ലേ ആദി? അതെ അതെ. എന്നാ പിന്നെ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങ് നടത്തിയേക്കാം. പറയാനോ അപ്പച്ചി, അവൻ വേറെ എവിടെയും പോയിരിക്കില്ല. അവന്റെ കാമുകിയുടെ കൂടെ അവൻ എവിടെയോ പോയി. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അവനും അവളും കൂടി ഇപ്പോ എവിടെയോ ഒരുമിച്ച് കഴിയുന്നുണ്ടാവും. അപ്പച്ചി, നീ ഇവിടെ വെറുതെ വഴിക്കണ്ണുമായിട്ട് കാത്തിരുന്നു. അവൻ വരില്ല. അവനെ പ്രതീക്ഷിച്ചാണ് നീ ഇങ്ങനെ ഉറക്കമുളയ്ക്കുന്നതെങ്കിൽ അത് വേണ്ട. കിടന്ന് ഉറങ്ങാൻ നോക്ക്. പ്രസാദേട്ടൻ വരാതെ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുമോ അപ്പച്ചി? ആ ചിന്ത അവനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ദുർഗെ, അവന് നിന്നെ വേണ്ട. മനസ്സുകൊണ്ട് നിന്നെ അവൻ ഉപേക്ഷിച്ചു. അപ്പച്ചി, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. ഓ, ഞാൻ പറയുന്നതാണോ കുറ്റം? ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മനസ്സിപ്പോ വളരെ വേദനിക്കുകയല്ലേ? നീ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ ദുർഗെ. ആ പെണ്ണുമായിട്ടുള്ള ബന്ധമില്ലേ, പ്രസാദ് അവസാനിപ്പിച്ച് തിരികെ നിന്റെ അടുത്തേക്ക് പഴയ പ്രസാദായി വരുന്നത് വരെ നിന്റെ ഈ വിഷമം മാറില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇറ്റ്സ് ഗുഡ്. ഇതൊരു നല്ല ലീഡാ. ഇത് ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് വൈറ്റൽ എവിഡൻസ് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. മോന, 1 സെക്കൻഡ്. അതി, അച്ഛാ, അച്ഛനെന്ത് എവിടെയാ? എടാ, ഞാനിവിടെ നോർത്ത് ടൗണിലൊരു ഹോട്ടലിലാ. അല്ല, അവിടെ എന്താ പ്രോഗ്രാം? ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമായിട്ട് വന്നതാ. എന്താ കാര്യം? അച്ഛൻ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു ഡിസ്കഷനിലാ മോനെ. അത് കഴിയുമ്പോ ഇനിയും വൈകും. അപ്പോ അച്ഛൻ ഇന്നിനി വരില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ രാവിലെ ഉണ്ടാവും. ഈ കേസ് ഇന്ന് തന്നെ തെളിയിക്കണം. തെളിയിച്ചിട്ടേ വരൂ. വേറെന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. അച്ഛനെ കാണാത്തോണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. എന്നാ ഡിസ്കഷൻ നടക്കട്ടെ അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, രാജു മേനോൻ? അതെ, രാജു മേനോൻ തന്നെയാ. ആരാ? എന്താ വേണ്ടത്? ഞാൻ മംഗളയാ. ഏത് മംഗള? ദേവമംഗലത്ത് നിന്നും മംഗള. ദേവലോകത്തെ മംഗളയോ? ഉർവശി, മേനക, തിലോത്തമ എന്നീ കണ്ടിട്ടുണ്ട്. മംഗള അതെ കേൾക്ക. നിന്റെ ചുമ്മാതല്ലടാ, നിന്റെ ഭാര്യ നിന്നെ കളിച്ചിട്ട് പോയത്. മിസ്റ്റർ രാജീവ് മേനോൻ, ഞാൻ മംഗള. നിങ്ങളുടെ ഭാര്യയെ അടിച്ചോണ്ട് പോയ ACP പ്രസാദിന്റെ അപ്പച്ചി. ഓ, നിങ്ങളായിരുന്നു. ഇപ്പൊ എന്നെ മനസ്സിലായോ? ഓ, മനസ്സിലായി. എന്തേ രാത്രിയില്ല? അതെ, എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയും പ്രസാദും കൂടി നോർത്ത് ടൗണിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങുന്നുണ്ട്. ഹോട്ടലിലോ? ഏത് ഹോട്ടലില്? അതെനിക്കറിയില്ല. നിങ്ങൾ ആ ഹോട്ടൽ ഒന്ന് കണ്ടെത്തി തരണം. ദുർഗയ്ക്ക് അവരെ കയ്യോടെ പിടികൂടണം. ആ ഹോട്ടലിൽ ഞാൻ കണ്ടുപിടിച്ചോളാം. നോർത്ത് ടൗൺ മുഴുവൻ തിരക്കിട്ടാണെങ്കിലും ആ ഹോട്ടലിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ ഫോൺ വെച്ചോ.
ഭാര്യ മിസ്സിംഗ് അല്ല. മിസ്സിംഗ് ആണെന്ന് ഇയാള് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ദാറ്റ് വാസ് എ ഹോമിസൈഡ്, കോൾഡ് ബ്ലഡഡ് മർഡർ. ഇയാളുടെ ഭാര്യയെ ഇയാള് വളരെ ബ്രൂട്ടലായി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ആ ബോഡി ഇയാള് കത്തിച്ച് ചാരമാക്കി. അതിനുശേഷമാണ് ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പരാതി ഇയാള് പോലീസിന് നൽകുന്നത്. അത് നമ്മളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാനായിരുന്നു. ഒരിക്കലും ഇയാളെ സംശയിക്കാതിരിക്കാനായി പരമാവധി എല്ലാ തെളിവുകളും ഇയാളെ നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിന്നത്. What was the motive behind this? സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം. മതത്തിലും ദൈവങ്ങളിലും വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാര് പോലും അന്ധവിശ്വാസം വെച്ചു പുലർത്തുന്ന നാടാണ് സർ നമ്മുടേത്. ഈ നിൽക്കുന്ന പീതാംബരനും തികഞ്ഞ ഒരു അന്ധവിശ്വാസിയായിരുന്നു. ഇലക്ഷനിൽ മത്സരിച്ച് MLA മന്ത്രിയും ആവുക എന്നതായിരുന്നു പീതാംബരന്റെ ജീവിതാഭിലാഷം. അതിനുവേണ്ടി ചെയ്യാത്ത പൂജകളും കർമ്മങ്ങളും വഴിപാടുകളും ഇല്ല. മത്സരിച്ച 2 ഇലക്ഷനിലും ഇയാള് ദയനീയമായി പരാജയപ്പെട്ടു. ആ പരാജയം പീതാംബരനെ വല്ലാതെ തളർത്തി. ഇനി വരുന്ന ഇലക്ഷനിൽ പരാജയപ്പെടാൻ പാടില്ല. അതിനെന്താണ് മാർഗം? അത് അന്വേഷിച്ചാണ് പീതാംബരൻ ഈ നിൽക്കുന്ന കാഷായ വസ്ത്രധാരിയുടെ മുന്നിലെത്തുന്നത്. സ്വാമി ശങ്കരാചല ഭദ്രാനന്ദ. ഇവൻ ബോൺ ക്രിമിനലാ. ശങ്കരാചല ഭദ്രാനന്ദയുടെ ഉപദേശം പീതാംബരൻ ശിരസാ വഹിച്ചു. ഭാര്യയെ അതീവ രഹസ്യമായി കൊലപ്പെടുത്തി. എന്നിട്ട് ആ ബോഡി കത്തിച്ചു. കടലിൽ ഒഴുക്കാനായി ചിതാഭസ്മം ശേഖരിച്ചു. ഇതാണ് സർ ആ ചിതാഭസ്മം. ലേഖ പറഞ്ഞത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അവർക്ക് നിഷേധിക്കാനാവില്ല സർ. താനൊരു വിവരവും വിവേകവും പൊളിറ്റീഷ്യൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ ധാരണ തെറ്റായി പോയല്ലോടോ. ആരുടെയെങ്കിലും വാക്കുകേട്ട് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ തന്നെയൊക്കെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. എങ്ങനെ തോന്നിയിടും ഒരു സാധു സ്ത്രീയെ യാതൊരു കാരണവുമില്ലാതെ കൊല്ലണമെന്ന് ഉപദേശിക്കാൻ? നീയൊക്കെ മനുഷ്യനല്ല, മൃഗമാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് വധശിക്ഷയാണ്. ആ സ്ത്രീ അനുഭവിച്ച അതേ വേദന അനുഭവിപ്പിച്ച് നിന്നെയൊക്കെ കൊല്ലണം. ലേഖ, ഇവരെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. പണവും സ്വാധീനമുള്ളവരാണ്. സമർത്ഥരായ വക്കീലന്മാരെ വെച്ച് ഇവർ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ല സർ, ഇവരങ്ങനെ രക്ഷപ്പെടില്ല. കോടതിയിൽ ഇവർക്ക് പ്രതികൂലമാവുന്ന തരത്തിലുള്ള എല്ലാ തെളിവുകളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. അത് കോടതിക്ക് ബോധ്യപ്പെടും. ഇവർക്ക് പരമാവധി ശിക്ഷ തന്നെ എന്തായാലും ലഭിക്കും. കൺഗ്രാജുലേഷൻസ് ലേഖ. കേസന്വേഷണം വൈകിയപ്പോ എനിക്ക് ലേഖയെ ഇത്തിരി വേദനിപ്പിക്കേണ്ടി വന്നു. സാരമില്ല സർ, അത്രമാത്രം പ്രശ്നം മുകളിൽ നിന്നും സാറിനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ സാറിന് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതും. എനിക്കിത് മനസ്സിലാവും സർ. സാർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് വാശി കൂടിയതും ഈ കേസ് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് അവസാനിപ്പിച്ചതും. ഓക്കെ, വെരി ഗുഡ്. ഒരാഴ്ച സമയം അനുവദിച്ചിട്ട് ലേഖ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേസ് വിളിച്ചല്ലോ. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചതിന് ശരിക്കും ലേഖയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കീപ് ഇറ്റ് അപ്പ്. അതാണ് ഞാനും ചിന്തിക്കുന്നത്. ദുർഗ സ്വപ്നത്തിന്റെ പേരും പറഞ്ഞ് വെറുതെ വന്നതായിരിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. അത് വിട്ടേക്ക്. അല്ല, DGP എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ട, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാ.
DGP എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടായിരുന്നു. കേസ് ഇത്ര വേഗം തെളിയിക്കുമെന്ന് സാറ് കരുതിയില്ല. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് പ്രസാദിന. താങ്ക് യു പ്രസാദ്, താങ്ക് യു സോ മച്ച്. ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്തത്? ചില സാധ്യതകൾ ലേഖയ്ക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ലേഖ അത് വെച്ച് അന്വേഷിച്ചു, കേസ് തെളിയിച്ചു. ഒരു നല്ല സുഹൃത്ത് മറ്റൊരു നല്ല സുഹൃത്തിന് വേണ്ടി ചെയ്യുന്ന ഛേദമില്ലാത്തൊരു ഉപകാരം. പ്രസാദ് എന്തൊക്കെ പറഞ്ഞാലും ഈ വിജയം പ്രസാദിന് കൂടി അവകാശപ്പെട്ടതാ. ഇതിന് ഞാൻ എന്താണ് പ്രസാദിന് പകരം തരേണ്ടത്? ലേഖയുടെ ഈ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി. എന്റെ ഫ്രണ്ട്ഷിപ്പ് അത് ഞാൻ മരിക്കും വരെ പ്രസാദമായിട്ടുണ്ടായിരിക്കും. പോയത് ആദ്യം അവളെ പുറകേന്ന് വിളിച്ചിട്ടോ അവള് മിണ്ടാതെ പോയിക്കളഞ്ഞു. അവളല്ലെങ്കിലും ഒരു തന്നിഷ്ടക്കാരിയാണല്ലോ. അവളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പ്രതീക്ഷിച്ചാ മതി. ശരിയാ, തുളസി തന്നിഷ്ടക്കാരി തന്നെയാ. പക്ഷേ ആദ്യയോട് അവൾ അതൊന്നും കാണിക്കാറില്ലായിരുന്നല്ലോ. ഇതിപ്പോ അവര് പിണങ്ങിയതുകൊണ്ടാ അവള് തനിയെ പോയത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് തമ്മിലുള്ള പിണക്കം ചെറുതൊന്നും അല്ല എന്റെ ദുർഗേച്ചി. എന്തോ ഗൗരവമായ വിഷയം അവർക്കിടയിലുണ്ട്. ആദ്യം വെറുത്തതുപോലെയാ തുളസിയുടെ പെരുമാറ്റം. അവൾ അവന് വെറുത്ത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. അല്ല, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ചുമ്മാതല്ല അവൾ എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവളും ആദ്യം തമ്മിൽ പിണങ്ങിയ സ്ഥിതിക്ക് ഗർഭിണിയായിരിക്കുന്ന അവളുടെ സഹായത്തിന് മറ്റാരും ഇല്ലല്ലോ. അപ്പോ എന്റെ സഹായം അവൾക്ക് വേണം. ഇനി അത് നടന്നത് തന്നെ. അബോഷനുള്ള മരുന്ന് കഴിച്ചതിന്റെ ക്ഷീണം തുളസിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അത് അവളെ കാണുമ്പോ തന്നെ അറിയാം ദുർഗേച്ചി. ഈ അവസ്ഥയില് അവള് തനിയെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? നിനക്കെന്താ അവളോട് ഇത്ര സഹതാപം? അതല്ല, ഞാൻ അവളുടെ ആരോഗ്യസ്ഥിതി ഓർത്ത് പറഞ്ഞേ ഉള്ളൂ ദുർഗേച്ചി. അവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. അവള് ചത്താലും ജീവിച്ചിരുന്നാലും ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ല. എങ്ങനെങ്കിലും അവള് ചത്താല് എനിക്ക് അത്രയും സന്തോഷം. ഞാനത് പടക്കം പൊട്ടിച്ചാഘോഷിക്കും. അവളോടുള്ള പക എനിക്ക് തീർത്താലും തീരില്ല സുലു. ആദിയും തുളസിയും തമ്മിലുള്ള പിണക്കം ഒരിക്കലും മാറരുതെന്നാ എന്റെ പ്രാർത്ഥന. ഈ പിണക്കം വളരണം. ആദി അവളെ വെറുക്കണം. അവന്റെ ജീവിതത്തിൽ നിന്നും അവൻ അവളെ ഒഴിവാക്കണം. അതാ വേണ്ടത്. എനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആദി അവളെ ഒഴിവാക്കും. നീ നോക്കിക്കോ, എനിക്കത് ഉറപ്പാ. മാമൂസേ, നീ ഇവിടെ ഇത് നോക്കി ചിരിച്ചോണ്ടിരുന്നോ? മാമൂസേ, ഇത് നോക്കി ഉഗ്രൻ ട്രോളാ. അറിയാതെ ചിരിച്ചു പോന്താ അവളുടെ ഒരു ട്രോള്. നീ ട്രോള് നോക്കിയിരുന്നോ? നിനക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ അതിരെ? അതെന്താ മാമൂസ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നേ? നീയേ എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേ? മാമൂസ പറഞ്ഞിട്ട്. അയ്യോ കഷ്ടം. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ നീ ഇവിടെ വന്ന് നിക്കുന്നേ. അതെനിക്കും അറിയാം. അതെന്തിനാന്നാ ചോദിച്ചേ? ആദ്യേട്ടനെ കല്യാണം കഴിക്കാൻ. അതെന്തായാലും ഓർമ്മയുണ്ടല്ലോ. അത് പിന്നെ ഞാൻ മറക്കുവോ? എന്നിട്ടാണോ നീ ഈ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നേ? അയ്യോ, ദേ ഇങ്ങോട്ട് നോക്ക. ആ തുളസിയുടെ പിടിയിൽ നിന്നും ആദിയെ മോചിപ്പിച്ച് നിന്റെ കൈക്കുള്ളിലാക്കണമെങ്കിൽ, അവനെ വിവാഹം കഴിച്ച് നിനക്ക് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതൊരു ഭഗീരഥ പ്രയത്നമാ. മാമൂസ എന്താ പറഞ്ഞേ? ഭഗീരനോ ഭഗീരഥനോ എന്താ? കുന്തം പറയും മാമൂസ. മാമൂസ എന്താ പറഞ്ഞേ? ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം എന്നുവെച്ചാ ഇറ്റ് മീൻസ്? എന്റെ ആതിരെ, ഞാൻ മലയാള ഭാഷയും വ്യാകരണവും പഠിപ്പിക്കാനല്ല ഇവിടെ വന്നത്. എന്നാലും എനിക്ക് അറിയണം. What do you mean by ഭഗീരഥ പ്രയത്നം? നിന്നെ ആദ്യം തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ നടത്തുന്ന പ്രയത്നം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഭഗീരഥ പ്രയത്നം. Whatever it may be. മാമൂസ കാര്യം പറഞ്ഞേ. ഓ ആതിരമോളെ, നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാ. അത് ഒരിക്കലും പാഴാക്കാൻ പാടില്ല.
ഇന്നെങ്കിൽ ഇന്ന് എത്രയും അടുത്ത നിമിഷം ആദിയെ തുളസിയിൽ നിന്നും നമ്മൾ വേർപിരിച്ചിരിക്കണം. അതിന് എന്നേക്കാൾ ഉപരി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നീയാ. കിട്ടാവുന്ന ഓരോ നിമിഷവും ആദിയോട് അടുത്ത് പെരുമാറി അവനെ വലയിലാക്കണമെന്ന് ഞാൻ നിന്നെ ഉപദേശിച്ചതല്ലേ? എന്നിട്ട് അതൊന്നും കാര്യാക്കാതെ നീ ഇവിടെ വന്ന് മൊബൈൽ ഞോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ? മാമസേ, ഞാൻ ആദ്യേട്ടനോട് അടുക്കാൻ ശ്രമിക്കുന്തോറും ആദ്യേട്ടൻ എന്നെ അവോയ്ഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അവൻ അങ്ങനെ വഴുതി പോവാൻ ശ്രമിച്ചാലും നീ അവനെ വിടരുത്. വിടാതെ കൂടെ കൂടണം. അവന്റെ മനസ്സിളകണം. ഷോ, ഇതൊക്കെ എത്രയോ തവണ ഞാൻ പറഞ്ഞതാ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മാമസേ. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തുളസി, ഇപ്പൊ പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും തോന്നുന്നില്ലെങ്കിലും അബോർഷന്റെ പിൽസ് കഴിച്ചതിനാൽ സ്കാനിംഗ് വേണം. സ്കാനിംഗ് റിപ്പോർട്ടിൽ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. തുളസിയുടെ കൂടെ ആരാ വന്നിട്ടുള്ളത്? എന്റെ കൂടെ ആരും വന്നിട്ടില്ല. ഞാൻ തനിച്ചാ വന്നേ. അതെന്താ തനിച്ചു പോന്നത്? ശരി, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ചു വരുത്തും. ഹസ്ബൻഡിനോടോ പേരൻസിനോടോ ആരോടെങ്കിലും ഒന്ന് വരാൻ പറയൂ. അവര് വന്നാൽ മാത്രമേ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റൂ. നിങ്ങളെന്തിനാ അബോർഷനുള്ള പിൽസ് കഴിച്ച്? അതല്ലേ ഇപ്പൊ കുഴപ്പമായത്. എന്തായാലും ആരെങ്കിലും ഒരാളോട് വരാൻ പറയൂ. ആരെയാ വിളിക്കേണ്ടത്? ആദ്യേ വേണ്ട, ആദ്യേ വിളിക്കണ്ട. അച്ഛനെ അമ്മയെ അറിയിച്ചാലോ? അതും വേണ്ട. മാമനെ വേണ്ട, അവരാരെ അറിയിക്കണ്ട. പിന്നെ ആരെ ഞാൻ വിളിച്ചു വരുത്തും? ഹലോ ആന്റി. മോളെ തുളസി, എന്താ പറ്റിയത്? മോളെ, നീ എന്തിനാ കരയുന്നേ? കരയാത്ത കാര്യം പറയൂ. മോളെ, നീ ഇങ്ങനെ കരഞ്ഞ ആന്റിക്ക് കാര്യം മനസ്സിലാവണ്ടേ? നീ പ്രശ്നം എന്താന്ന് പറയാ. അത് ആന്റി, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്. മോളെ ടെൻഷൻ ആകാതിരിക്കെ. ആന്റി ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരാം. ബി കൂൾ, സമാധാനമായിട്ടിരിക്കെ. ഞാൻ പരമാവധി അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ അവള് കൂട്ടാക്കുന്നില്ല. ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് അവൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി എന്നെ അവൾക്ക് സ്നേഹിക്കാനാവില്ലെന്ന്. ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ അവൾ എന്നെ കാണിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളോടെല്ലാം തീർത്താ തീരാത്ത വിരോധത്തിലാ അവള്. നമ്മൾ അവളെ ചതിച്ചു, അത് മാത്രമേ അവൾക്ക് എപ്പോഴും പറയാനുള്ളൂ. അമ്മേ, കിടത്തം പോലും അടുക്കളയിലേപ്പോ. അടുക്കളയിലോ? അത് അവളുടെ പ്രതിഷേധ. ദേവമംഗലത്തെ വേലക്കാരിയായിട്ട് കഴിയാനാ അവളുടെ തീരുമാനം. വയറ്റിലൊരു കുഞ്ഞ് വളർന്നുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യാത്തെന്ന്, അല്ലെങ്കിൽ അവൾ അതും ചെയ്യാറുണ്ടെന്ന്.
എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത്? മോളോട് മറച്ചു വെച്ചിരുന്ന കാര്യങ്ങള് അവള് കേൾക്കാൻ നമ്മൾ സംസാരിക്കരുതായിരുന്നു. അത് ശരിയാ. തുളസി ഇതൊക്കെ കേൾക്കുമെന്ന് നമ്മളാരും കരുതിയില്ലല്ലോ. അവൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നത് തന്നെ വലിയ അബദ്ധമായി പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തുളസി നമ്മളിൽ നിന്നൊക്കെ അകന്നു പോവുക. നമ്മളെയൊക്കെ ശത്രുക്കളായിട്ട് കാണുക. അമ്മേ, തുളസി എങ്ങനെയെങ്കിലും പഴയ തുളസിയാക്കി മാറ്റണം. അവൾക്ക് നമ്മളോടുള്ള ശത്രുതയും വെറുപ്പും ഒക്കെ മാറ്റിയെടുക്കണം. അതിനി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല. എന്നെ കാണുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ എന്നെ ഒഴിവാക്കിയിട്ട് അവൾ തനിയെ ഡോക്ടറെ കാണാൻ പോയത്. അവൾ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരിക്കുക. ഇങ്ങനെ ആയ ഞാൻ എന്ത് ചെയ്യും? പ്രസാദ് അവളോട് സംസാരിച്ചില്ലേ? അച്ഛൻ ഇന്നലെ വരുമ്പോ അവൾ ഉറക്കമായിരുന്നു. പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അത് നടന്നുമില്ല. മോനെ, ഞങ്ങള് രണ്ടുപേരും കൂടി തുളസിമോളെ വന്ന് കാണാം. ചിലപ്പോ ഞങ്ങള് സംസാരിക്കുമ്പോ അവളുടെ മനസ്സ് മാറിയാലോ? നമ്മൾ പറയുന്നത് കേൾക്കാൻ അവള് തയ്യാറാവുമോ? ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെയല്ലേ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്ന് കരുതി നമ്മൾ മിണ്ടാതിരുന്ന അവളുടെ തെറ്റിദ്ധാരണ എങ്ങനെ മാറും? അവളോട് നമുക്ക് സംസാരിക്കണം. ഇപ്പൊ അവള് നിയന്ത്രണം തെറ്റിയ അവസ്ഥയിലല്ലേ? അവളുടെ മനസ്സൊന്ന് അടങ്ങട്ടെ. എന്നിട്ട് സാവകാശം നമുക്ക് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അവളിനി ഫോൺ എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും മോളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്നേഹമുള്ളവർ എന്നോട് ഈ ചതി ചെയ്യുമായിരുന്നോ? അപ്പോ ഇവർക്കാർക്കും എന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമില്ലായിരുന്നു. എല്ലാം വെറും അഭിനയമായിരുന്നു. ജീവിതത്തിൽ അഭിനയിക്കുന്നവരെ എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. മോളെ തുളസി, ഇത് ജീവിതമാണ്. വിട്ടുവീഴ്ചകളില്ലാതെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോവില്ല. പെട്ടെന്നുള്ള ആവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് അബദ്ധങ്ങളാകും. അതുകൊണ്ട് ആന്റി പറയുന്നത് മോള് കേൾക്കണം. മോളും ആദ്യം തമ്മില് കുറച്ചു നേരം മനസ്സ് തുറന്ന് സംസാരിക്കുക. മോളുടെ വിഷമങ്ങളൊക്കെ മോൾ ആദ്യോട് പറയും. നിങ്ങൾ തമ്മില് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണിത്. എനിക്ക് ഇവനോടൊന്നും സംസാരിക്കാനില്ല. ആന്റി ഇവനോട് വന്നതുപോലെ പോവാൻ പറ. മോളെ തുളസി, പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ നേരത്ത് മനസ്സിനധികം സ്ട്രെസ്സും പെയിനും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ അത് മോളുടെ ശരീരത്തെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് ആന്റി പറയുന്നത് മോളുടെ മനസ്സിനുണ്ടായ വിഷമം മറന്നു കളയണമെന്ന്. എനിക്കത് പെട്ടെന്ന് മറക്കാനാവില്ല ആന്റി. ആന്റി എന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാനെന്താ വെറും കളിപ്പാവയാണോ? വിചാരവും വികാരവും ചിന്താശേഷിയുള്ള ഒരു പെൺകുട്ടിയല്ലേ ഞാനും? എന്തൊക്കെ ഞാൻ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛനും അമ്മയും ജീവനോടെ കൂടെ ഉണ്ടായിട്ടും എല്ലാവരും ചേർന്ന് എന്നെ അനാഥയെന്ന് മുദ്രകുത്തി. അച്ഛനും അമ്മ ആരാണെന്ന് അറിയില്ലെന്നും തെരുവിൽ നിന്ന് എന്നെ എടുത്ത് വളർത്തിയെന്നും പറഞ്ഞു. അന്ന് ഞാൻ എത്രമാത്രം വേദനിച്ചു എന്നറിയോ? ആരോരും ഇല്ലാത്തവളാ ഞാനെന്ന് എനിക്ക് തോന്നിപ്പോയി. അന്നെന്റെ വിഷമം കണ്ടവൻ ആദ്യം. അപ്പോഴെങ്കിലും അവന് യാഥാർത്ഥ്യം എന്നോട് തുറന്ന് പറയായിരുന്നല്ലോ. അവനത് ചെയ്തില്ല. അപ്പോ എന്റെ സങ്കടത്തിനൊന്നും ഒരു വിലയുമില്ല. അതൊന്നും ആർക്കും കാണുകയും വേണ്ട.